നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് കഴുത്ത് വേദന, അതുപോലെ തന്നെ നടുവേദന. ഇന്ന് ഞാൻ അതിനെക്കുറിച്ചുള്ള മരുന്നുകളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാണ്. ഹോമിയോപ്പതിയിൽ ഇതിനകത്ത് ചില മെഡിസിൻസ് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് വരുന്ന ഒരു തോത് തീർച്ചയായിട്ടും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ വേദന ഗ്രാജ്വലി നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ജനറലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചില മെഡിസിൻസിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അതിന് തന്നെ കാൽക്കേരിയ ഫോസ് എന്ന് പറയുന്ന മരുന്ന്, അതിൻ്റെ 6x പൊട്ടൻസി ട്രൈച്ചറേഷനിൽ മേടിച്ചിട്ട് 4 വെച്ച് 3 നേരം എന്നുള്ള രീതിക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പെയിൻ ഉണ്ടെങ്കിൽ മാഗ് ഫോസ് 6x എന്നുള്ളത് നമുക്ക് കഴിക്കാവുന്നതാണ്. അത് കൂടാതെ തന്നെ കാൽക്കേരിയ ഫ്ലൂർ എന്ന് പറയുന്ന മെഡിസിനൊക്കെ കൂടുതലായിട്ട് എല്ലിന് ബലം കിട്ടാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. അപ്പം വേറെ പല ടിഷ്യൂ റെമഡീസ് അല്ലെങ്കിൽ സുഷ്വർ സോൾസ് എന്നാണ് പറയുന്നത്, നമുക്ക് പല കാര്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലോവർ പൊട്ടൻസി ആയിട്ടുള്ള ട്രൈച്ചുറേഷൻ മേടിച്ച് ഉപയോഗിക്കുന്നത് ജനറലി നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ ബോൺസിൻ്റെ ഹെൽത്തിനായിട്ട്, മസിൽസിൻ്റെ ബലത്തിനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് തേയ്മാനം വരുന്നത് എന്ന് നമുക്ക് പലർക്കും അറിയാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പോസ്ചർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, പലപ്പോഴും നമ്മൾ നല്ല എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ പോസ്ചർ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കുഴപ്പമില്ലാത്ത നല്ല ഡയറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പല പ്രശ്നങ്ങളും മാറും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വല്ല കൽപ്പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, കൂടുതലായിട്ട് ഒരേ രീതിയിൽ സ്ട്രെസ് എടുത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രശ്നം വരാം. പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാതെ, എക്സസൈസ് ഒന്നും ചെയ്യാതെ, കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൻ്റെ അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുമ്പിൽ തന്നെ കുനിഞ്ഞ് ഒരേ രീതിയിലിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞ് സ്ക്രീനിലോട്ട് മാത്രം നോക്കിയിരിക്കുക എന്നുള്ളതൊക്കെ ഓവർ പീരീഡ് ഓഫ് ടൈം നമ്മുടെ നടുവിനും കഴുത്തിനും ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ സ്ട്രെയിൻ കൊടുക്കുന്നതാണ്. അതിനായിട്ട് അത് 2 കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന്, നമ്മുടെ ആ ഒരു കഴുത്തിനെ സ്ട്രെയിൻ ആക്കുന്നുണ്ട്, അവിടുത്തെ എല്ലിനെ സ്ട്രെയിൻ ആക്കുന്നുണ്ട്, അവിടുത്തെ നെർവ്സിനെ സ്ട്രെയിൻ ആക്കുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് അവിടുത്തെ മസിൽസിനെയും നമ്മൾ ഒരു പരിധി കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിനൊക്കെ നമുക്കൊരു റിലീഫ് കൊടുക്കണം. റെസ്റ്റ് മാത്രമല്ല, ഇതും ഈ ഒരേ രീതിയിൽ ഇരിക്കുന്നതല്ലാതെ വേറെ പല അതർ ആക്ടിവിറ്റീസ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു മസിൽസിനും മടുക്കും അല്ലേ. നമ്മൾ ഒരേ രീതിയിൽ തന്നെ ഒരേ ജോലി എന്നും ചെയ്യുകയാണെങ്കിൽ നമ്മൾ മടുക്കത്തില്ലേ, മനസ്സും മടുക്കത്തില്ലേ. അതുപോലെ തന്നെ മസിൽസിനും മടുപ്പ് വരും, അവിടെ സ്ട്രെയിൻ ഉണ്ടാവും. പിന്നെ അത് പയ്യെ ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിന് നമുക്കൊരു പരിഹാരം എന്നുള്ള രീതിക്ക്, മെഡിസിൻ എന്നുള്ള രീതിക്ക് നമുക്ക് ജനറലായിട്ട് കഴിക്കാൻ പറ്റുന്ന, സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചില മെഡിസിൻസാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ ഇത് ആരിലാണ് കൂടുതൽ കാണുന്നതെന്നൊക്കെ നമുക്കറിയാം അല്ലേ. സ്ത്രീകളിലത് കൂടുതലായിട്ട് കാണാം. ഓസ്റ്റിയോപോറോസിസ് വരാൻ ചാൻസ് ഉള്ള ആൾക്കാർക്ക്, അതായത് എല്ലിന് ബലം കുറവായിട്ടുള്ള ആൾക്കാർക്ക് വരാം. ഏജ് ഫാക്ടർ. ഓക്കെ, സോ ഈ കാര്യങ്ങൾ നമുക്കധികം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ. എന്താണ്? നമ്മൾ കഴിക്കുന്ന ഫുഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം, നമ്മുടെ എക്സസൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മെഡിസിൻസ്, കാലിൽ അത്രയ്ക്കും തേയ്മാനം വന്ന് വളയുക എന്ന് പറയുന്ന സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ വളരെ ബുദ്ധിമുട്ടാണ് തിരിച്ചു കൊണ്ടുവരാനായിട്ട്. സർജിക്കലായിട്ടുള്ള കറക്ഷനാണ് പലപ്പോഴും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഏജിൻ്റെ ഫാക്ടർ ഉള്ളതുകൊണ്ട്, റീജനറേഷൻ കുറവായതുകൊണ്ട്, എല്ലിൻ്റെ കാര്യമായതുകൊണ്ട് അവിടെ സർജറി ചെയ്യാൻ പലപ്പോഴും പല ആൾക്കാരും മടിക്കാറുണ്ട്, ഡോക്ടർമാരും മടിക്കാറുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സിംറ്റമാറ്റിക് റിലീഫായിട്ടുള്ള, നാച്ചുറലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിൻസിനെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. ഇത് നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇങ്ങനൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ ചെന്ന് ചാടത്തില്ല അല്ലേ. ഇപ്പം വളഞ്ഞിരിക്കുന്ന പോസ്ചർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെയിൻ ചെയ്ത് ഒരേ രീതി, ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ കുനിഞ്ഞ് നിന്ന് എന്ത് ചെയ്യും, പാത്രം കഴുകും അല്ലേ, സ്ട്രെയിൻ എടുത്ത് കഴുകും. പല തവണയായിട്ടല്ല, ഇവരൊറ്റ ഒരു നിപ്പിന് നിന്നങ്ങ് കഴുകും. രാവിലെ 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ 8 മണി വരെ പാത്രം കഴുകലായിരിക്കും, അല്ലെങ്കിൽ രാത്രിയിൽ അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ തുണി കഴുകുന്നത്, പിഴിയുന്നത്, ഇപ്പോൾ വാഷിംഗ് മെഷീന്, ഡിഷ് വാഷറൊക്കെ വരുന്നുണ്ട്. എന്നാലും പൊതുവേ ഉള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എന്താണെങ്കിൽ നമ്മൾ കുനിഞ്ഞ് തൂക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കട്ടെ, അതും ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, കൂടുതൽ ഏരിയയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിൻ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് കാര്യങ്ങൾ ചെയ്യണം, നല്ല ഡയറ്റ് എടുക്കുകയാണ്.
നമ്മുടെ ജെനറ്റിക്സ് നല്ലതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. നമ്മുടെ ലോഞ്ചിവിറ്റി, അതായത് നല്ലോണം ജീവിക്കുന്ന, ത്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. അത് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ലൈഫ് തീർച്ചയായിട്ടും നമുക്ക്, വേദനയിൽ നിന്ന് മാറി സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ലൈഫ് തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, അനുഭവങ്ങൾ, എക്സ്പീരിയൻസുകൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക.